കാലാവസ്ഥാ പ്രവചനം മുതൽ അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ വരെ നമ്മുടെ ദൈനംദിന ജീവിതവും ദേശീയ സുരക്ഷയും ഇന്ന് ബഹിരാകാശത്ത് കറങ്ങുന്ന ഉപഗ്രഹങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 100-ലധികം ഉപഗ്രഹങ്ങളുള്ള ഇന്ത്യ ലോകത്തിലെ മുൻനിര ബഹിരാകാശ ശക്തിയായി വളർന്നു കഴിഞ്ഞു. എന്നാൽ ഈ നിർണായക ആസ്തികൾക്ക് നേരെ ശത്രുക്കളുടെ കണ്ണ് പതിഞ്ഞിരിക്കുന്നു എന്നതാണ് പുതിയ ലോകക്രമത്തിലെ യാഥാർത്ഥ്യം. ഇനി കരയിലും കടലിലും മാത്രമല്ല, ബഹിരാകാശത്തും ഒരു യുദ്ധമുഖം തുറക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറി വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കോടിക്കണക്കിന് രൂപയുടെ ബഹിരാകാശ സ്വത്തുക്കൾക്ക് സുരക്ഷ നൽകാൻ ISRO ഒരുങ്ങുകയാണ്. 27,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയിലൂടെ 52 അംഗരക്ഷക ഉപഗ്രഹങ്ങളെ, അതായത് ബോഡി ഗാർഡ് സാറ്റലൈറ്റ്സ്, ബഹിരാകാശത്തേക്ക് അയച്ചുകൊണ്ട് ഇന്ത്യ ബഹിരാകാശ സുരക്ഷയിൽ ലോകത്തിന് തന്നെ മാതൃകയാകാൻ ശ്രമിക്കുകയാണ്. ഈ പദ്ധതിയുടെ പ്രാധാന്യം, സാങ്കേതിക വിദ്യ, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രത്യാഘാതങ്ങൾ എന്നിവ നമുക്ക് വിശദമായി തന്നെയൊന്ന് പരിശോധിക്കാം. പതിറ്റാണ്ടുകളായി യുദ്ധങ്ങൾ ഭൂമിയിൽ വച്ചാണ് നടന്നത്. എന്നാൽ ആധുനിക യുദ്ധത്തിൻ്റെ നട്ടെല്ല് ഇന്ന് ഉപഗ്രഹങ്ങളാണ്. ഒരു രാജ്യത്തിൻ്റെ ഉപഗ്രഹ വ്യൂഹം തകർത്താൽ സൈനിക ആശയവിനിമയം, മിസൈൽ മാർഗനിർദ്ദേശം, രഹസ്യാന്വേഷണം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം നിമിഷ നേരം കൊണ്ട് നിശ്ചലമാകും. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബഹിരാകാശം ഒരു പുതിയ യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബഹിരാകാശ രംഗത്ത് ചൈന കൈവരിച്ച മുന്നേറ്റം ആശങ്കയുണ്ടാക്കുന്നതാണ്. അവർ വികസിപ്പിച്ചെടുത്ത കില്ലർ സാറ്റലൈറ്റുകൾ എന്നറിയപ്പെടുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്കൊരു വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒരു ശത്രു ഉപഗ്രഹത്തോട് അടുത്തു ചെന്ന് അതിനെ തകർക്കാൻ ശേഷിയുള്ള ചാവേർ ഉപഗ്രഹങ്ങളെ ചൈന വികസിപ്പിച്ചെടുത്തത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.